യാത്രകൾ എന്നും സന്തോഷമാണ്. ജീവിതത്തിൽ യാത്രകൾ എനിക്കെന്നും എനർജി ബൂസ്റ്റേഴ്സാണ്. ഇപ്പോൾ ഈ മഹാമാരിയിൽ ലോകം മുഴുവൻ സ്തംഭിച്ചപ്പോഴാണ് പുറത്തേക്കുള്ള യാത്രകളുടെ വില നാം ശരിക്കും മനസ്സിലാക്കിയതല്ലേ. നമുക്ക് ചുറ്റും ഒരുപാട് സ്ഥലങ്ങൾ അടിപൊളിയായി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചു കൊച്ചു യാത്രകൾ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് നിങ്ങൾക്കായി എൻ്റെ ചാനൽ ഇവിടെ സമർപ്പിക്കുകയാണ്. വെൽക്കം ടു ലാറോസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് കണ്ണൂരിലുള്ള വളരെ പ്രകൃതി രമണീയമായ ഏരെക്കുണ്ട് വാട്ടർഫോൾസിലേക്കാണ്. ശരിക്കും ഏതെങ്കിലും ഒരു യാത്രക്കിടയിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടാൽ നമ്മുടെ മൈൻഡെല്ലാം വളരെ ഫ്രഷ്ഡ് ആവും. നമുക്ക് 1.5 കിലോമീറ്ററോളം നീളത്തിൽ കുത്തിയൊലിച്ച് വരുന്ന വളരെ മനോഹരമായ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ബേസ് ക്യാമ്പ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബേസ് ക്യാമ്പ്. ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. 30 രൂപയാണ്. പിന്നെ ടിക്കറ്റ് 100 രൂപയാണ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റും. പിന്നെ അവിടെയൊക്കെ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിക്കണം. അവിടെ പ്രത്യേകിച്ച് എല്ലാ സേഫ്റ്റി മെഷേഴ്സ് നൽകുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു കൈവരിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട്, കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ പിടിച്ച് ശ്രദ്ധിച്ചു പോയാൽ വലിയ അപകടമൊന്നും ഇല്ലാതെ നമുക്ക് പ്രകൃതി ആസ്വദിച്ച് വരാം. ഇപ്പോൾ കാണുന്നത് പോലെ ഇടതുഭാഗത്തായിട്ട് 1.5 കിലോമീറ്റർ നീളത്തിൽ നമ്മുടെ ഈ അരുവി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. വലതുവശത്തായിട്ട് ഗാർഡുകൾക്ക് ഇരിക്കാനും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തരാനുമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുറച്ച് ഏകദേശം പകുതി ദൂരമായാൽ അവിടെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ അവർ അനുവദിക്കുന്നുണ്ട്. നമുക്കവിടെ കുളിക്കാനും നീന്താനുമൊക്കെ സൗകര്യമുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളം കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങാനുള്ള അനുവാദമില്ല. വേനൽക്കാലത്ത് നല്ല വെയിലുള്ളപ്പോൾ കുറച്ച് വെള്ളം വറ്റുന്ന അവസരങ്ങളിൽ അവിടെ ആ സമയങ്ങളിലൊക്കെ കുളിക്കാൻ അനുവദിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ കുളിക്കാനുള്ള അനുവാദമുള്ളൂ. അവിടെ ലൈഫ് ജാക്കറ്റൊക്കെ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഗാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ 1.5 കിലോമീറ്ററോളം ദൂരെ പൈതൽ മലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചൊക്കെ അവർ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ല സ്റ്റാഫാണ്. നമുക്ക് നല്ല മനോഹരമായ ഉരുളൻ കല്ലുകളാണ്, പക്ഷേ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നടന്നാൽ നമുക്ക് ഭംഗിയായിട്ട് തന്നെ അങ്ങ് വരെ നടന്നു പോകാം. കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് നല്ല മുളംകാടുകളാണ്. ആ മുളംകാടുകളുടെ ഉള്ളിലൂടെ നമുക്ക് തല കുനിഞ്ഞു കൊണ്ട് വേണം പോകാൻ. വളരെ ഭംഗിയാണ്. നല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, നമ്മുടെ ചുറ്റും ചില ചീവീടുകളുടെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ട്, ഇതൊക്കെ കൂടി വല്ലാത്തൊരനുഭൂതിയാണ്. ആ മുളങ്കാടിനുള്ളിൽ കൂടി നടക്കുമ്പോൾ കുറച്ച് ക്ഷീണിച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് ദാഹം മാറ്റി, കുറേ ദൂരം നടക്കുമ്പോൾ ദാഹം ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് മെല്ലെ ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് സമാധാനത്തിൽ പോകാം. സിമൻറ്റിട്ട് ബാക്കിയ വഴിയൊന്നുമല്ല, ശ്രദ്ധിച്ച് പോകണം. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി ഇവിടെ ആസ്വദിക്കാൻ പറ്റും. ഈ ദൂരം കഴിഞ്ഞാൽ ചിലരൊക്കെ വളരെ ക്ഷീണിതരായിട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ റെസ്റ്റ് എടുത്ത് മെല്ലെ പോയി ആ മുഴുവൻ സ്ഥലവും, അതായത് അതിൻ്റെ ഭംഗി മുഴുവനും ഇരിക്കുന്നത് വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്ന ആ സ്ഥലത്തുള്ള മലയിലുള്ള കാഴ്ചയാണ്. അത് അറ്റത്താണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആരും തിരിച്ചു പോകരുത്. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് വേണം തിരിച്ചു വരാൻ. അപ്പോൾ അത് വളരെ വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വളരെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം നമുക്ക് കാത്തു കിടക്കുന്നുണ്ട്. അതായത് നല്ല ക്ഷമയോടുകൂടി തന്നെ എല്ലാവരും പോവുക. മുമ്പിൽ കാണാനിരിക്കുന്നത് ഈ വരുന്ന വെള്ളച്ചാട്ടം ഒരേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളില്ല. ഓരോ സ്ഥലത്തും വെള്ളച്ചാട്ടത്തിന് ഓരോ ഭംഗിയാണ്. ഓരോ പ്രത്യേക രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക.
കുത്തിയൊലിച്ച് പോകുന്നത്, വളരെ ശാന്തമായിട്ട് ഒഴുകുന്നത്, ഒരുപാട് ശക്തിയിൽ വരുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള ഒരു പാറക്കല്ലുകളും വളരെ നല്ല, നമുക്ക് അവിടെ നമ്മളെ ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിച്ചിട്ടുണ്ട് അവർ. കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ നമുക്ക് കാണാൻ കിടക്കുന്നത് ഇതാ നോക്കൂ, തൂക്കുപാലമാണ്. വളരെ 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 എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കയറിപ്പോയി. ഭയങ്കര രസമായിരുന്നു. അതിനടിയിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് വരണം എന്തായാലും. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് വരാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. കാരണം ഞാൻ ഈയിടെ അടുത്ത് ഈ കണ്ണൂരിൽ വേറെ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. എനിക്കറിയാത്തത് കൊണ്ടോ എന്നറിയില്ല. ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഇങ്ങനെ തൂക്കുപാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. ഇതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങളിവിടെ വന്നിട്ട് ആസ്വദിച്ച് തന്നെ അറിയണം എത്രമാത്രം ഭംഗിയുണ്ട് ആ ഒരു യാത്രക്കെന്ന്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടികൾ പിന്നെയും നമുക്ക് മുളങ്കാടുകളാണ് കിട്ടുന്നത്. ഈ ഒരു മുളങ്കാടുകൾ നമ്മൾ കണ്ട് പിന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് വേറൊരു രീതിയിലുള്ളൊരു സ്ഥലം, അതായത് ചില ഫ്രെയിമുകൾ അടുക്കി അടുക്കി വെച്ച പോലെയുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്കൂ, മുമ്പിൽ ഓരോ ഫ്രെയിമായി കാര്യങ്ങൾ ചെയ്തു വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടിയുള്ള യാത്ര വളരെ നല്ല ഒരു ഭംഗിയുണ്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെയൊക്കെ കല്ലുകളുണ്ട്, പിടിച്ചുകൊണ്ട് കയറുക. കുറച്ചുകൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു ചെങ്കുത്തായ ഒരു കയറ്റമാണ്. അവിടെ ഒരു മുന്നേ ഉള്ള ആദ്യമുള്ള ഒരു കയറ്റം ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ് ആക്കിയിട്ട് വേറൊരു വഴിയിൽ കൂടിയാണ് നമുക്ക് മലയുടെ മുകളിലേക്ക് കയറാൻ ഉള്ളത്. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ദൂരെ നിന്ന് തന്നെ നല്ല ശക്തിയിലുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും ഏകദേശം വളരെ ക്ഷീണിച്ചിരിക്കും ഇവിടെ വരെ എത്തുമ്പോഴേക്ക്. ഇതാ ഞാൻ പറഞ്ഞതുപോലെ നേരെ കാണുന്ന ആ വഴിയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ഒരു വഴിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ട് വഴി നേരെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവർ. അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ കൂടിയിട്ട് പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നേരെ അവർ കുറച്ച് റൈറ്റിലേക്ക് മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കാണുന്ന കയറ്റം, ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ മലമുകളിലെത്തും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഗാർഡ് ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊരാൾ നമ്മളെ കൂട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഉച്ചിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം കാണാറായി ഇതായി കാണുന്നതാണ് നമ്മുടെ ഏരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയുള്ള അതിൻ്റെ ഉത്ഭവസ്ഥാനം. നമുക്ക് നമ്മുടെ ഗാർഡ് ഇവിടെയൊക്കെ വിശദീകരിച്ച് തരുകയാണ് എങ്ങനെയാണ് ഏരക്കുണ്ട് വെള്ളച്ചാട്ടം. മേലെ 3 കുണ്ട്, അതിനിടയിൽ ഒരു അരക്കുണ്ട്, പിന്നെ താഴോട്ട് 4 കുണ്ടുകൾ ഇങ്ങനെ വെള്ളം പതിക്കുന്നു. അതിനാലാണ് ഏരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന പേര് വന്നത് എന്നൊക്കെയാണ് അവിടുന്ന് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. എന്നാലും ഈ കാഴ്ച ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അത്രയും സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. നമ്മൾ പോകുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ പോയ ചിലരൊക്കെ അധികം വെള്ളമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ പോകുമ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതായത് കണ്ണിന് കുളിർമ തരാൻ മാത്രമുള്ള ഒരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരുപാട് 10.5 അടിയിലധികം താഴ്ച ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇപ്പം ആർക്കും പോയി കുളിക്കാനോ ഒന്നും അനുവാദമില്ല, റിസ്ക് ആയതുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം. നിങ്ങൾ ഒരിക്കലും ഇവിടെ വരണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പകുതിയിൽ നമുക്ക് കുളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അതാണ് ഈ കാണുന്നത്. അവിടെ ഒരു കയറൊക്കെ കെട്ടി സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴികളിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഇതേപോലെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് നീന്താനുള്ള സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോകുമ്പം അവിടെ നിന്ന് കുളിക്കാതെ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങാതെ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയൊക്കെ കണ്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു പകുതി വഴിക്ക് വെച്ചിട്ട് ഇത് എൻജോയ് ചെയ്യുന്നതാണ് നന്നായിരിക്കുക. ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് വൈകുന്നേരത്തെ കാലാവസ്ഥ, വൈകുന്നേരത്തെ ആകാശമാണ് നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതിൽ പരിചയമില്ലാതെ ചെയ്തതാണ്. അപ്പം എന്തായാലും എൻ്റെ ഭാഗത്തു നിന്ന്
ഇതിലെന്താ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്തായാലും എനിക്ക് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.